ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു 200cc വണ്ടിനെ കുറിച്ചാണ് വരാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഇന്ത്യയിലുള്ളതിലൊക്കെ ഏറ്റവും കൂടുതൽ നല്ലൊരു ലുക്കുള്ള വണ്ടി, 200cc ലുക്കുള്ള വണ്ടി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഈ വണ്ടി വരുമ്പോൾ. അപ്പോൾ ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്ന വണ്ടി ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഹോണ്ട CB190R. നമുക്കിപ്പോൾ ഇന്ത്യയിലുള്ള 200cc ഏറ്റവും നല്ലൊരു ലുക്കുള്ള വരാൻ പോകുന്ന വണ്ടി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങന്മാര് മാരക ലുക്കാണ്. നമുക്ക് ഈ വണ്ടി പുറം രാജ്യത്തൊക്കെ അവൈലബിൾ ആണ്. ഇന്ത്യയിലായിട്ട് ഇത് ഈ വർഷത്തോടുകൂടിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ വണ്ടിയിൽ ഡുവൽ ചാനൽ ABS സിസ്റ്റമാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് എൻജിൻ നോക്കുകയാണെങ്കിൽ 190cc ആണ് വണ്ടി എൻജിൻ വരുന്നത്. മോണോഷോക്ക് സസ്പെൻഷനാണ് നമുക്ക് ഈ വണ്ടിയിൽ വരുന്നത്. ഒരു അഗ്രസീവ് ലുക്കിലാണ് വണ്ടി നമുക്ക് ഇന്ത്യയിലായിട്ട് ലോഞ്ച് ആകാൻ പോകുന്നത്. നമുക്ക് 4 കളറിൽ അവൈലബിൾ ആയിട്ടാണ് വരാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 200cc കൊണ്ടുവരാവുന്ന എല്ലാ ഫീച്ചേഴ്സും ലുക്കായാലും പോലും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇന്ത്യയിൽ 200cc ഉള്ളതിൽ ഏറ്റവും വലിയൊരു കൊമ്പെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് ഈ വണ്ടീനെ വരുമ്പോൾ പറയാം. ഗൈസ്, വണ്ടി പുറം രാജ്യത്ത് സിംഗിൾ സിലിണ്ടർ എയർ കൂൾ എഞ്ചിനാണ്. നമുക്ക് ഇന്ത്യയിലോട്ട് വരുമ്പോൾ സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനായിട്ട് വരുന്നത് B6. ഗൈസ്, പിന്നെ നമുക്ക് വണ്ടിയുടെ പവർ നോക്കുകയാണെങ്കിൽ 16.8 8000 RPM ആണ്. ഗൈസ്, അതേപോലെ തന്നെ നമുക്ക് ടോർക്ക് നോക്കുകയാണെങ്കിൽ 16.3 Nm ടോർക്കും 7000 RPM ആണ് വണ്ടിയുടെ ടോർക്കായിട്ട് വരുന്നത്. ഗൈസ്, പിന്നെ നമുക്ക് വണ്ടിയുടെ ഫ്യൂൽ കപ്പാസിറ്റി വരും 12 ലിറ്ററാണ് വണ്ടിയുടെ ഫ്യൂൽ കപ്പാസിറ്റി വരുന്നത്. ഗൈസ്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് എക്സ്പെക്റ്റേഷൻ മൈലേജ് എന്ന് പറയുമ്പോൾ ഒരു 40-45 ആ റേഞ്ചിലാണ് മൈലേജ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഗൈസ്, പിന്നെ എന്തായാലും നമുക്ക് വണ്ടി ഈ വർഷം തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് വണ്ടീനെ വെയിറ്റ് ചെയ്യാം. നമുക്ക് 200cc അമ്മാതിരി ഒരു വണ്ടി ലുക്കിൽ തന്നെയാണ് നമുക്ക് CB190R വരുന്നത്. അപ്പോൾ ഗൈസ്, ഇത് വണ്ടിയുടെ ബേസിക് എക്സ്പെക്റ്റേഷൻ വീഡിയോ ആണ്. അപ്പോൾ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വണ്ടി ഇറങ്ങുമ്പോൾ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും പോരാൻ വേണ്ടി ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.